എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ നാളെ ഉച്ചയ്ക്ക് ശേഷം മാത്രം അപ്ലോഡ് ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതേക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഇപ്പം ഞാനൊന്നും പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. പക്ഷേ ഇത് സംപ്രേഷണം ചെയ്യാതിരിക്കാനും പറ്റില്ല. കാരണം ഒരു 14കാരനെന്നും പറയുന്നുണ്ട്, 16കാരനെന്നും പറയുന്നുണ്ട്. രണ്ട് രീതിയിൽ പ്രായം പറയുന്നുണ്ട്. പ്രായം എനിക്ക് കറക്റ്റ് അറിയില്ല. ചാനലുകളിൽ പല പല പ്രായമാണ് പറയുന്നത്. 16 എന്നും പറയുന്നു, 14 എന്നും പറയുന്നു. എന്തായാലും തൃശ്ശൂരിലാണ് നടന്ന സംഭവം. നമ്മുടെ 16കാരൻ്റെ കുത്തേറ്റ് യുവാവിന് ദാരുണാന്ത്യം എന്ന് പറഞ്ഞിട്ടാണ് ന്യൂസ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഞാൻ കയറി നോക്കിയത്. എന്തല്ലേ 16കാരൻ, എൻ്റെ പൊന്നെ, ആ കൊച്ചിൻ്റെ ജീവിതം ഇനി എന്താവും? ഈ കൊച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയതെന്നൊന്നും അറിയില്ല. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ട് നമുക്ക് കേൾക്കാം. പറയുന്ന കാര്യങ്ങൾ കുറച്ച് കേട്ട് വ്യക്തത വരുത്താം. അതിനുശേഷം നമുക്ക് പറയാനുള്ളത് പറയാം. തൃശൂർ നഗരത്തിൽ നിന്ന് ഈ പുതുവർഷ ആഘോഷങ്ങൾക്കിടയിൽ ഒരു കൊലപാതക വാർത്ത വരുന്നു. തൃശൂർ നഗരത്തിലാണ് യുവാവ് കുത്തേറ്റ് മരിച്ചത്. പാലസ് റോഡിന് സമീപത്ത് വെച്ചാണ് സംഭവം. 30 വയസ്സുള്ള ലിബിനാണ് മരിച്ചത്. കുത്തിയ 14കാരനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അഞ്ജുരാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഞ്ജുരാജ്, 14കാരനാണ് ഒരാളെ കുത്തിക്കൊല്ലുന്നത്. എന്താണ് സംഭവിച്ചത്? ദാരുണമായ സംഭവം. ഈ സംഭവത്തിൽ ഈ പാലസ് റോഡിന് സമീപത്തുള്ള 30കാരൻ ലിബിനാണ് കൊല്ലപ്പെട്ടത്. മദ്യലഹരിയിലാണ് ഇപ്പൊ ഈ സംഭവം ഉണ്ടായതെന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പൊ മൃതദേഹം ജില്ലാ ആശുപത്രിയിലാണ്. പാലിയനോട് സ്വദേശിയാണ് ലിവിൻ. 14കാരൻ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇയാളെ കുത്തി കൊലപ്പെടുത്തിയത്. ഇപ്പോ ലിവിനൊപ്പമുള്ള അമ്പിളി എന്ന ആൾ ചേരുകയാണ്. എന്താ ചേച്ചി ഉണ്ടായത്? ഞങ്ങള് പറമ്പിലിരിക്കുമ്പോ 2 പിള്ളേര് അങ്ങോട്ട് കയറിപ്പോയി, പെൺകുട്ടികളെയൊക്കെ കൊണ്ട്. അപ്പൊ ഇവൻ എന്തിനാണ് അത് അങ്ങനെ കൊണ്ടുപോണേ ചോദിക്കാനായിട്ട് പോയത്. പിന്നെ പറഞ്ഞത് കത്തിയോണ്ട് കുത്തേറ്റിട്ട് പിന്നെ പറഞ്ഞത്. ഇതാണ് ഈ സംഭവം. അവരാണ് ഈ സംസാരിച്ചത്. എന്തായാലും ഈ ന്യൂ ഇയർ ആഘോഷങ്ങൾക്കിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. മൃതദേഹം ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പ്രതിയായ 14കാരനെ തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയാളെ ചോദ്യം ചെയ്തു വരികയാണ്. 2 സ്ത്രീകളും ഒപ്പമാണ് ഈ 14കാരൻ അവിടേക്ക് വരികയും ചെയ്തത്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു തർക്കമുണ്ടാകുന്നത്, ഒരു കൊലപാതകത്തിലേക്ക് എത്തുകയും ചെയ്യുന്നതും. എന്തായാലും ഈ ന്യൂ ഇയർ ആഘോഷങ്ങൾക്കിടയിലാണ് ഇത്രയും ദാരുണമായൊരു സംഭവം തൃശ്ശൂർ നഗരത്തിൽ അരങ്ങേറിയത്. എന്തല്ലേ, നിങ്ങളൊന്ന് കേട്ടു നോക്കി. എന്തൊക്കെയാണ് ഇത് കേൾക്കുന്നത്? ശരിക്കും പ്രാർത്ഥനയോടുകൂടിയായിരുന്നു ഇരുന്നത്. ഇങ്ങനെയുള്ള വാർത്തയൊന്നും ദയവ് ചെയ്ത് ഈ ഒരു നല്ലൊരു ദിവസത്തിൽ ഇനി ഇങ്ങനെയുള്ള വാർത്തകളെ കേൾക്കരുതേ എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം കേട്ടില്ലേ, 16കാരൻ ചെയ്തു വെച്ചിട്ടുള്ള വേല. 16 അല്ല, 14കാരൻ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ കറക്റ്റ് പ്രായം 14 തന്നെ ആയിരിക്കും. ഇതിനൊക്കെ എന്തിൻ്റെ കേടാണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനൊക്കെ നല്ല അട്ടികിട്ടി വളർത്താത്തതിൻ്റെ കുഴപ്പമാണ്. 14 വയസ്സുള്ളൊരു കുട്ടിക്ക് പച്ച ജീവനിൽ കത്തി കയറ്റാനുള്ള ധൈര്യവും മനക്കരുത്തും ഒക്കെ ഉണ്ടായി എന്നുണ്ടെങ്കിൽ അവൻ ഇത്തിരി ആയി കഴിയുമ്പോഴുള്ള അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? അത്രയും തൻ്റെ ഇടം കാണിച്ച ഇവൻ നാളെ എന്തും ചെയ്യാനുള്ള ഒരു യുവാവായിട്ട് മാറില്ലേ വളർന്നു വരുമ്പോൾ? എന്തിനാണ് ഇങ്ങനെയുള്ള കുട്ടികൾ? ശരിക്കും ഓർത്തു പോവുകയാണ്. എന്തിനാണ് ഇങ്ങനെയുള്ള മക്കളെ? എനിക്കും ഉണ്ടൊരു മകളും ഉണ്ടെന്ന്. എൻ്റെയും പ്രാർത്ഥന അതാണ്. ദൈവമേ, എൻ്റെ കുട്ടികൾ മൂലം മറ്റൊരു കുട്ടിക്ക് ഒരു വേദന ഉണ്ടാവരുതേ എന്ന്. അറിയില്ല, ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ ഇരുന്ന് പറയുന്നു. നാളെ എൻ്റെ മക്കൾ എന്താണ് ചെയ്തു കൂട്ടുന്നതെന്ന് എനിക്കറിയില്ല. എനിക്കത് പറയാൻ കഴിയില്ല. പക്ഷേ എന്നാലും ഇതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ നല്ല വിഷമം തോന്നുന്നുണ്ട്. മരണപ്പെട്ട ചെറുക്കനാണെങ്കിലോ, ആ പയ്യന് ആകെ 30 വയസ്സ് മാത്രം പ്രായം. ഇനി എന്തോരം ജീവിക്കേണ്ട പയ്യനാണ്. ഈ 14 വയസ്സുള്ള ചെറുക്കൻ എന്ത് നേടിയെന്നാണ് വിചാരിക്കുന്നത്? ഇവൻ്റെ ജീവിതം ഒന്നുമല്ലാതായി തീർന്നില്ലേ? എന്തിൻ്റെ പേരിലാണെങ്കിലും, അതും 2 പെൺകുട്ടികളെയും കൊണ്ടുപോയി. അപ്പോൾ അതേക്കുറിച്ച് സംസാരിച്ചതിനെ ചൊല്ലി തർക്കമായി. ഈ പെൺപിള്ളേർക്ക് ഇട്ടുണ്ടല്ലോ നല്ല പൊട്ടിയിൽ കൊടുക്കണം. ഈ 14 വയസ്സായ ചെറുക്കൻ ഈ പെൺപിള്ളേർക്ക് എത്ര പ്രായം ഉണ്ടായിരിക്കും? അടിച്ച് ചെകിട് പറിക്കണം ഈ പെൺപിള്ളേരെ മാത്രമല്ല, ഈ ചെക്കനിട്ട് കൊടുക്കണം നല്ലതാല്. ഇതെന്ത് വളർച്ചയാണ് ഈ മക്കൾ ചെയ്യുന്നത്? ഇതൊക്കെ കഞ്ചാവോ അതുപോലെ എന്തെങ്കിലും അതൊക്കെ മേലെയുള്ള വല്ലതും വലിച്ചു കയറ്റിട്ടാണോ ഇതൊക്കെ കാണിക്കുന്നത്? ആർക്കറിയാം?
എന്തായാലും ആ നഷ്ടപ്പെട്ട ചെക്കൻ്റെ വീട്ടുകാർക്കില്ല. എന്തോരം വേദന തിന്നിട്ടുണ്ടാവും അത്. ഇവനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവന് കിട്ടില്ലേ ഇനി അടി? നല്ല ഒന്നാം തരം ചൂരലിന് നല്ല അടി കിട്ടും ഈ ചെറുക്കന്. ശരിക്കും ഇവൻ ചെയ്തത് വലിയ ചതി തന്നെയാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അത്രയും വലിയ തെറ്റ് തന്നെയാണ് ഇവൻ ചെയ്തത്. പക്ഷേ ആ തെറ്റ് ചെയ്ത ഇവൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവനെ പോലീസുകാർ കൊണ്ടുപോകുവാണെങ്കിൽ, ചെറിയ കൊച്ചായതുകൊണ്ട് ചിലപ്പോൾ വലിയ മുറകളൊന്നും പ്രയോഗിക്കില്ലായിരിക്കും, എന്നാലും ചൂരലിന് 10 അടിയെങ്കിലും അവന് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവനൊക്കെ ഈ തന്തയില്ലാത്തരം കാണിച്ചിട്ട് ഓരോന്നങ്ങ് കാണിച്ചു വെച്ചു. പക്ഷേ ഇവരുടെ വീട്ടുകാർ എന്തുമാത്രം ദുഃഖിക്കും? എൻ്റെ മകന് തല്ല് കിട്ടോ, വഴക്ക് കിട്ടോ, അടി കിട്ടോ, ഇടി കിട്ടോ, തിന്ന കുടിച്ച ഉണ്ട എന്നൊക്കെ ഓർത്തിട്ട് ആ പെറ്റ വേറെ എന്തുമാത്രം നീറും? ഒന്ന് ഓർത്ത് നോക്കൂ. വഴി പിഴച്ചു പോയാലും സ്വന്തം മക്കളെക്കുറിച്ച് ഓർത്ത് വിലപിച്ചുകൊണ്ടേയിരിക്കും അവരുടെ സ്വന്തം മാതാപിതാക്കൾ. ഈ ലോകത്തുള്ളവരുടെ മുഴുവൻ പഴിയും അവർ കേൾക്കേണ്ടി വരും. ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? നമ്മുടെ നിയമ സംവിധാനത്തെ ഞാൻ സദാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട കോടതിക്ക് എന്ത് തോന്നിയാലും ശരി, ഈ നിയമവ്യവസ്ഥയൊക്കെ കുറച്ച് കടുപ്പിക്കണം. അല്ലെങ്കിലുണ്ടല്ലോ, ഇതുപോലെ 14 വയസ്സുള്ള ചെക്കന് ഇന്ന് ഒരു മനുഷ്യൻ്റെ പ്രാണൻ എടുക്കാൻ തോന്നിയെങ്കിൽ, അത് അവൻ കുട്ടിയാണ്, മൈനറാണവൻ, എന്നിട്ട് അവനതിന് തോന്നിയെങ്കിൽ 18 വയസ്സ് പോലും പൂർത്തിയാവണമെങ്കിൽ ഇനി വീണ്ടും 4 വർഷം കാത്തിരിക്കേണ്ടി വരും. ആ ഒരു പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് ഇത് ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ മനക്കരുത്ത് എത്രയായിരിക്കും? അവനൊരു 10 വർഷം കൂടി കഴിഞ്ഞാൽ അവനെ പിടിച്ചു കെട്ടാൻ ആർക്കെങ്കിലും പറ്റുമോ? അപ്പോൾ ആർക്കും എന്ത് ചെയ്താലും അവന് വേണേലും ചിന്തിക്കാം, ഞാനൊരു ചെറിയ കുട്ടിയാണ്, ഞാൻ കൂടിപ്പോയ ഒരു 10-12 വർഷം അകത്ത് കിടക്കും, എൻ്റെ നല്ല പ്രായമാകുമ്പോൾ എനിക്ക് സുഖമായിട്ട് തിരിച്ചിറങ്ങി വരാം എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ആകുമ്പോൾ തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാലും ഇവൻ ഇതിനപ്പുറമായിട്ടല്ലേ വരുള്ളൂ. നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. ഒരാളെ ബോധപൂർവം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വധശിക്ഷ കിട്ടും, അല്ലെങ്കിൽ അതിന് തുല്യമായ ശിക്ഷ കിട്ടും എന്നുള്ളൊരിത് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, വധശിക്ഷ തന്നെ വരണം. അങ്ങനെയാണെങ്കിൽ ആളുകൾ ഒന്ന് പിൻവലിയും, ഒന്ന് ഉൾവലിയും. ഇത് കണ്ടില്ലേ ഒരു പെൺകുട്ടി നിമിഷ, അവള് വധശിക്ഷയ്ക്കുള്ള തീയതിയും കാത്തു കിടക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ശാപമാണിത്, ഏറ്റവും വലിയ ശാപം. തെറ്റ് ചെയ്യുന്നവർക്ക് തക്കതായ ശിക്ഷകൾ, ഒരു വിചാരണ കഴിയുന്നത് തന്നെ 10 വർഷം എടുക്കും. ആ 10 വർഷം കഴിയുമ്പോഴത്തേക്ക് എന്ത് ശിക്ഷയാണ് അവർക്ക് കൊടുക്കുന്നത്? മൂക്കി പല്ല് കളിച്ച ആളാണെങ്കിൽ വടിയാവാനും മതി, അത് മതി. ആ കാലയളവ് കൊണ്ട് അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതിനൊക്കെ മാറ്റം ഉണ്ടാവണം, ഓൺ ദി സ്പോട്ടിൽ കൊടുക്കണം. ഒരു നടിയെ ആക്രമിച്ച കേസ് തന്നെ ഇപ്പോൾ എത്ര വർഷമായി? ഇപ്പോഴും വാദം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതൊരിക്കലും വാദിച്ചാൽ തീരില്ലേ? ആ ഇരയാക്കപ്പെട്ട നടി പറയുന്നു, എന്നെ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. അവരെത്രയോ തവണ അത് പറഞ്ഞതാണ്, എത്രയോ തവണ ഇതിനെതിരെ പലരും പറഞ്ഞതാണ്. ആകെപ്പാടെ ഉണ്ടായിരുന്ന ആ ഒരു സാക്ഷി അതും മരിച്ചുപോയി. ഇപ്പോഴും ഇല്ലേ മെഗാ സീരിയൽ കണക്ക് വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെയാണ് ഓരോ കാര്യങ്ങളും. അപ്പോൾ പിന്നെ ആളുകൾക്ക് തെറ്റ് ചെയ്യാൻ കൂടുതൽ പിന്നെ താല്പര്യം ഉണ്ടാവുകയല്ലേ ചെയ്യുന്നത്. ആർക്കും പേടിയില്ല നിയമവ്യവസ്ഥയെ, ആർക്കും ഒരു പേടിയില്ല. ഇവിടെ നല്ലൊരു നിയമം കൊണ്ടുവരാനൊന്നും ആരുമില്ല. അതിനുവേണ്ടി ആരും മെനക്കെടുന്നില്ല. അതിനുവേണ്ടി ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ തന്നെ ശ്രമിക്കണം. നമ്മുടെ അധികാരികൾ, നമ്മുടെ രാജ്യത്തിൻ്റെ ചുമതല കയ്യിലുള്ളവർ, ഉള്ളം കയ്യിൽ വെച്ചിരിക്കുന്നവർ, അവർ തന്നെ ശ്രമിക്കണം. എന്നാലേ പറ്റും. നമ്മളാരും വിചാരിച്ചൊന്നും നടക്കില്ല. നമുക്കിങ്ങനെ ഇരുന്ന് സങ്കടങ്ങൾ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ് വിലപിച്ച് മെഴുകി തീർക്കാമെന്നുള്ളതേ ഉള്ളൂ. അവർ തന്നെ വിചാരിക്കണം. ഇവിടെ ഓരോ ദിവസം ചെല്ലുന്തോറും വർഗീയത ഉണ്ടാക്കാൻ മാത്രമേ ആളുകളുള്ളൂ, അല്ലാതെ ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാനൊന്നും ആരുമില്ല. ഇനിയെങ്കിലും നമ്മുടെ നിയമം കുറച്ച് എഴുതിയില്ലെങ്കിലുണ്ടല്ലോ, ഇന്ന് 14 വയസ്സുള്ള ചെക്കൻ കൊലക്കത്തി എടുത്തു, നാളെ 10 വയസ്സുള്ള ചെക്കനും അതിന് മടിക്കില്ല. ചെക്കനായാലും പെണ്ണായാലും, ചെക്കനും പെണ്ണും എല്ലാം കണക്ക് തന്നെ. ഇപ്പം തന്നെ കണ്ടില്ലേ ഒരു പെണ്ണ് കാണിച്ചു കൂട്ടിയത്, 19 വയസ്സുള്ളൊരു പെൺകുട്ടി 16 വയസ്സുള്ളൊരു ചെറുക്കനെ വർഷങ്ങളല്ല കുറേ നാളുകളായിട്ട് ഉപയോഗിക്കുന്നു അവള്. എന്താ അല്ലേ? എത്ര മ്ലേച്ഛമായിട്ടുള്ള കാര്യമാണ്.
എന്തുകൊണ്ടാണ്? നിയമത്തിന് ആർക്കും പേടിയില്ല, ഒന്നും പേടിയില്ല, അതുകൊണ്ടാണ്. എന്നിട്ട് അവളുടെ പേരില്ല, ഫോട്ടോ ഇല്ല, ഒന്നുമില്ല. നേരെ മറിച്ച് 19 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ് ഒരു 16 വയസ്സുള്ള പെൺകുട്ടി ഇങ്ങനെ ചെയ്തിരുന്നതെങ്കിലുണ്ടല്ലോ, പോസ്കോ എടുത്ത് തലയിൽ വെച്ച് കൊടുത്താനെ. എന്നിട്ട് ആ പയ്യൻ്റെ മുഖവും തലയും എല്ലായിടവും വെളിയിൽ എല്ലാവരെയും കാണിച്ചേനെ. എന്നിട്ട് സകലമാന കുറ്റങ്ങളും തലയിൽ വെച്ചിട്ട് അവനെ ജയിലിലേക്ക് കൊണ്ടുപോയാനെ, അവനെ അടിച്ച് നൂത്ത് പഞ്ചറാക്കിയാനെ. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ആർക്കും എന്തുമാവാമെന്നുള്ളൊരു കുറ്റം, ഒരു ചിന്ത. പെൺകുട്ടിക്ക് വരെ ആൺകുട്ടിയെ പീഡിപ്പിക്കാനായി. എന്തല്ലേ, എന്തരാജകത്വമാണിത് ശരിക്കും. ഇത്രയും നാൾ ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ രാജ്യത്ത് ജനിച്ചതിൽ അഭിമാനം തോന്നുന്നു എന്നാണ്. പക്ഷേ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോഴുണ്ടല്ലോ അപമാനം തോന്നുകയാണ്. എനിക്കെൻ്റെ രാജ്യത്തെ വലിയ ഇഷ്ടമാണ്. ഇന്ത്യയിൽ ജനിച്ചത് എൻ്റെ മഹാഭാഗ്യമെന്ന് എപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ ഇങ്ങനെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കുറ്റവാളികൾ ഇവിടെ വേണ്ട രീതിയിൽ ശിക്ഷിക്കപ്പെടാത്തത് കൊണ്ടാണ്. കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നു. ആ ഒരു വേദനയിൽ പറഞ്ഞു പോകുന്നതാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. എന്തായാലും ഇനിയെങ്കിലും കുറ്റം ചെയ്യുന്നവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷകൾ കിട്ടട്ടെ. അങ്ങനെ വന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് കുറ്റവാളികളുടെ എണ്ണം പെരുകാതിരിക്കുകയുള്ളൂ. 2025 തൊട്ടടുത്ത് വന്ന് നിൽക്കുന്ന ഈ ഒരു സമയത്ത്, തൊട്ടടുത്തല്ല വന്നു കഴിഞ്ഞു, ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ നല്ല വിഷമമുണ്ട്. ഈ ഒരു വാർത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ഇന്നത്തെ ദിവസം ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഈ ഒരു സമയത്ത് അത് ആഗ്രഹിക്കുന്നില്ല. വലിയ വിഷമം തോന്നുന്നുണ്ട്. നല്ലൊരു വർഷമാവട്ടെ ഈ വർഷം. ഇനി ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാതിരിക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ.